നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 14-ാം തീയതി, അതുപോലെ 1201 ആണ്ട് തുലാമാസം 28-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് പൂരം നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. പൂരം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? സന്തോഷത്തെയും സൗഭാഗ്യത്തെയും ഐശ്വര്യത്തെയും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്. നല്ല കാര്യങ്ങൾക്കെല്ലാം കൊള്ളാം, നല്ല കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം. അതേപോലെ ഈ തുലാമാസത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമാണ്. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. പ്രത്യേകിച്ച് കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ മക്കളുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്കാണ് പൂര നക്ഷത്രവും ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിനകത്ത് മംഗല്യ കർമ്മങ്ങൾ നടത്തി കൊടുക്കാൻ സാധിക്കും. അതുപോലെ വിവാഹ ജീവിതത്തിൽ അകന്ന് നിൽക്കുന്നവർ, അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പിണങ്ങി നിൽക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഭർത്താവ് വിദേശത്തും ഭാര്യ സ്വദേശത്തും, അല്ലെങ്കിൽ ഭാര്യ വിദേശത്തും ഭർത്താവ് സ്വദേശത്തും ഇങ്ങനെ നിൽക്കുന്നവർ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുന്നില്ല. ഈ അവസ്ഥയിലുള്ളവർ നിങ്ങൾക്ക് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ജോലിക്ക് ശ്രമിച്ചാലും കിട്ടും, ഭർത്താവിന് വേണ്ടി ഭാര്യ ജോലിക്ക് ശ്രമിച്ചാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാനിട വരും. നല്ലൊരു ദാമ്പത്യ ജീവിതത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അതുപോലെ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ, അതുപോലെ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനോ, വീട് മാറാനോ, ഇപ്പം നിൽക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറാനോ ഒക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുക. 10:30 മണി മുതൽ 12 മണി വരെയാണ് രാഹുകാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാഹുകാല സമയം വരുന്നത് 10:42, 12 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ രാഹുകാലം തുടങ്ങുള്ളൂ. അപ്പോൾ 10:30-ക്ക് തീർന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന 42 വരെ, 10:42 വരെ ഉണ്ട്. അപ്പോൾ 10:30 മണിയോട് 12 മണിക്ക് തീരുവില്ല, 12:09 തീരുള്ളൂ. അത് യാത്രയ്ക്ക് മാത്രമേ ഈ സമയം ബാധകമുള്ളൂ. മറ്റ് 2 സമയങ്ങൾ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ല. ഒന്ന് ഗുളികകാല സമയവും മറ്റൊന്ന് യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം വരുന്നത് 7:49 തൊട്ട് 9:16 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3:02 തൊട്ട് 4:29 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം ഞാൻ പറഞ്ഞു, മുഹൂർത്തമാണ്, മുഹൂർത്തങ്ങളുടെ രാജാവാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ മുഹൂർത്തം ഉള്ള ദിവസം കുറച്ചുകൂടി ശക്തമാണ്. മുഹൂർത്തം ഇല്ലാത്ത ദിവസം പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് അഭിജിത്ത് മുഹൂർത്തം. ഇന്ന് പറഞ്ഞത് 11:45 തൊട്ട് 12:33 വരെ. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. 48 മിനിറ്റിൽ 44 മിനിറ്റും നമുക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ചുവന്ന വസ്ത്രമോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ, ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന തുണി കയ്യിൽ കരുതുന്നത് ശുക്രൻ്റെ പവറ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ, ആ റേഡിയേഷൻ കുറച്ച് കൂടുതൽ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വസ്ത്രം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. NTV UAE to the world.